എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണെന്നറിയാം. കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ നിച്ച് കണ്ണൻ്റെ രണ്ടാം പിറന്നാൾ. അപ്പോൾ പിറന്നാൾ കഴിഞ്ഞിട്ട് കുറേ ഗിഫ്റ്റ്സ് ഒക്കെ എല്ലാവരും തരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്തെല്ലാം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണെങ്കിൽ അതൊരു വലിയ ലെങ്തി വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഗിഫ്റ്റ് കാണിക്കുന്ന വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിച്ചൂട്ടിയുടെ ഗിഫ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് കുറേ പേര് വെയിറ്റിംഗ് ആയിരിക്കും. നമ്മുടെ ഡെയിലി വ്ളോഗ് 100 വ്ളോഗ്സ് കഴിഞ്ഞിട്ട് ഇന്ന് വീഡിയോ ഉണ്ടാവുമോ ഇല്ലയോ എന്നെല്ലാം അറിയാൻ വേണ്ടി കുറേ പേര് കാത്തു നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ഏതായാലും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാത്തു നിൽക്കുന്നു പറഞ്ഞ പോലെ എനക്കും വീഡിയോ ഇടാണ്ടിരിക്കും. ഇപ്പം എനിക്ക് എന്തോ പോലെ വീഡിയോ ഏട്ടൻ പറഞ്ഞു ചിലപ്പോൾ നമുക്ക് 2 ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് ഇട്ടാലോ എന്നെല്ലാം പറഞ്ഞു. അപ്പം എനിക്ക് എന്തോ ഒരു പോലെ തോന്നുന്നു, എന്തോ ഒരു മിസ്സിങ് പോലെ ഫീൽ ചെയ്യും. ഞാൻ ആയിട്ടില്ല ഏട്ടാ, നമുക്ക് നോക്കാം, ഇത് ഏതായാലും ഇടാം എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഡിലേ ആക്കാണ്ട് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗിഫ്റ്റെല്ലാം ഇവിടെ ഞാൻ ഏകദേശം എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ബലൂൺ ഇന്നലത്തെ ബർത്ത്ഡേ തന്നെ ബാക്കിയുള്ളത് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ആദ്യം തന്നെ അച്ഛനും അമ്മയും തരുന്ന ഗിഫ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഗിഫ്റ്റ്. അച്ഛനും അമ്മയും എപ്പോഴും നമുക്കായാലും എല്ലാം പൈസ തന്നെയല്ലേ തരില്ലേ? തരും. അപ്പം നിച്ചൂട്ടീൻ്റെ ബർത്ത്ഡേക്കും അച്ഛൻ്റെയും അമ്മേൻ്റെയും വക ക്യാഷ് ഗിഫ്റ്റ് തന്നെയാണ്. ബാങ്കിൽ അച്ഛൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ റെസീറ്റാണ് ഇത്. അപ്പം നിച്ചൂട്ടിക്ക് അച്ഛൻ്റെയും അമ്മേൻ്റെയും വകയുള്ള ഗിഫ്റ്റാണ് ഇത്. പിന്നെ രണ്ടാമത് തന്നത് വാവ ഇവിടെ തട്ടിയെടുത്തോ, ഇങ്ങനെ തട്ട് അപ്പോൾ വരും കേട്ടോ. വാവ എല്ലാം തട്ടിയെടുത്തോ. പിന്നെ എൻ്റെ ഏട്ടനും ഏച്ചിയും പിള്ളേരും കൂടെ തന്ന ഗിഫ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, താഴെ വെച്ചിട്ടാണുള്ളത്. ഇതാ സൈക്കിള്. അപ്പോൾ അത് ഇന്നലെ നിച്ചൂട്ടീൻ്റെ ബർത്ത്ഡേ വ്ളോഗ് തന്നെ ഓടിച്ചിട്ടെല്ലാം കാണിച്ചു തന്നിട്ടില്ലേ. അപ്പോൾ അതാണ് ഏച്ചീൻ്റെ ഏട്ടൻ്റെ എല്ലാം ഗിഫ്റ്റ്. ഇനി എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവർ നിച്ചൂട്ടിക്ക് ഉടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു ഉടുപ്പ് ഇതാണ് ഒരു യെല്ലോ ഫ്രോക്ക്, ഇങ്ങനെ പോക്കറ്റൊക്കെ ഉള്ള ഒരു ഫ്രോക്കാണ് ഒന്ന്. പിന്നെ ഒരു ഡാർക്ക് യെല്ലോ കളറിലുള്ള ഒരു ഡ്രസ്സ്, ബെൽറ്റൊക്കെ വരുന്ന ഒരു ഡ്രസ്സ്, നല്ലുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മാളൂനുണ്ടായിരുന്നു പണ്ട് ഇങ്ങനത്തെ ഒരു ഉടുപ്പ്. അപ്പോൾ ഇതും ഇതിൻ്റെ പാൻറ്റ് ഒരു ബ്ലൂ പാൻറ്റ്. ഇതാണ് 2 ഉടുപ്പ് അച്ഛനും എൻ്റെ അമ്മയും വരുമ്പം കൊണ്ടുവന്നേ. പിന്നെ മിഞ്ഞാന്ന് അച്ഛൻ്റെ എൻ്റെ അമ്മേൻ്റെ കൂടെ എൻ്റെ ആൻറ്റിയും മോനും ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അവർ കൊണ്ടുവന്നതാണ് ഈ ഒരു ഉടുപ്പ്. ഇതും ഇതിൻ്റെ പാൻറ്റ് ഇത്. അപ്പോൾ ഇത്രയാണ് ഉടുപ്പുകൾ. പിന്നെ ഈ പട്ടുപാവാട ഞാൻ തലേ ദിവസത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, വിസ്മയ ബേബി ഡ്രസ്സ് എന്ന് നിച്ചൂട്ടിക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു തന്നതാണ്. അപ്പോൾ ശ്രുതി നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആൾ. അപ്പോൾ ഈ പട്ടുപാവാട ഞാൻ കാണിച്ചു തന്നെയാണ്. ഇതുമുണ്ട് ഗിഫ്റ്റ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ഗിഫ്റ്റിന് എല്ലാം കാളും കൂടുതൽ എനിക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്താണെന്നറിയോ? കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ട്, എല്ലാവരുടെ വിഷസും കിട്ടിയിട്ടുണ്ട്. കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ട്, അയച്ചു തന്നിട്ടുണ്ട്, എല്ലാം ഉണ്ട്. 12 മണിക്ക് തന്നെ നമ്മുടെ വിജയൻ്റെ എല്ലാം സ്റ്റാറ്റസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ വലിയൊരു ഗിഫ്റ്റാണ് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ചേച്ചി. സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, നമ്മളെ സ്വന്തം ചേച്ചി, നമ്മളെന്നല്ല, എൻ്റെ സ്വന്തം ചേച്ചി, എന്നെ സ്വന്തം അനിയത്തിയായിട്ടാണ് കണക്കാക്കുന്നത്. കുറേ പേരുണ്ട്, എന്നാലും എപ്പോഴും പൊന്നൂട്ടാന്നെല്ലാം വിളിച്ചിട്ട് കമൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ സജിത സുരേഷ് എന്നാണ് ചേച്ചീൻ്റെ പേര്. ചേച്ചി ഇന്നലെ രാവിലെ അമ്പലത്തിൽ പോയിട്ട് നിച്ചൂട്ടിൻ്റെ പേരിൽ അവരുടെ നാട്ടിലുള്ള അമ്പലത്തിൽ നിന്ന് വഴിപാടൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ റെസീറ്റൊക്കെ എനിക്ക് ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റയിൽ അയച്ചു തന്ന്. എന്നിട്ട് അതിൻ്റെ കൂടെയുള്ള ഒരു വോയിസ് മെസ്സേജും ഉണ്ടായിരുന്നു കേട്ടോ. ആ വോയിസ് മെസ്സേജ് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ കരഞ്ഞു. അത് കേട്ടിട്ട് എൻ്റെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വന്നു. അത് കേട്ടോണ്ട് ഞാൻ നിച്ചൂട്ടിനെ ഉറക്കി കിടത്തിയിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായേ വൈകുന്നേരം. അപ്പോൾ ശരിക്കും ഞാൻ കരഞ്ഞു പോയി അത് കേട്ടിട്ട്. അത്ര ഇമോഷണലി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എപ്പോഴും ചേച്ചി അങ്ങനെ തന്നെ കേട്ടോ, മെസ്സേജ് അയക്കലും എപ്പോഴും സ്വന്തം മോളെ പോലെ കണ്ടിട്ട് വിളിച്ചിട്ടില്ല എന്ന് പറയാം. പക്ഷെ ഇന്നലെ അതും കൂടെ നമ്മൾ അമ്പലത്തിൽ പോയി പൊന്നൂട്ടാ എന്നിട്ട് അങ്ങനെ ചെയ്തു എന്നെല്ലാം പറഞ്ഞപ്പോൾ ശരിക്കും എനിക്കത് ഹൃദയത്തിൽ കൊണ്ടു സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഒരുപാട് സ്നേഹം ചേച്ചീനോട്, എല്ലാവരോടും ഒരുപാട് സ്നേഹം. ഇത്രയും സ്നേഹിക്കുന്നതിന് ഒരുപാട് സ്നേഹം, നന്ദിയൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഒരുപാട് സ്നേഹം മാത്രം. ഇതാണ് തക്കുടുവിൻ്റെ അമ്മ തന്ന ഗിഫ്റ്റ്. തക്കുടുവിൻ്റെ അമ്മയും അനിയനും വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഗിഫ്റ്റാണ് തന്നെ. ഇത് നിലത്ത് വെച്ച് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് ഇങ്ങനെ പോകും കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് തക്കുടുവിൻ്റെ അമ്മ തന്നിട്ടുള്ള ഗിഫ്റ്റ്. പിന്നെ തക്കുടുവിൻ്റെ ചെറിയമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയമ്മ തന്നത് ഇതാണ് ഈ ഒരു പിങ്ക് കളറിലുള്ളതാണ്. ഇത് നിച്ചൂട്ടിക്ക് നല്ല ഇഷ്ടമായി. എന്നാൽ ടോയ്സ് എല്ലാം പിന്നെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ.
അപ്പോൾ ഇതാണ് ചെറിയമ്മയുടെ ഗിഫ്റ്റ്. പിന്നെ കുറേ പേരുടെ ഗിഫ്റ്റ് നമുക്ക് ഓൾറെഡി കിട്ടി, ഞാൻ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മളെ ശ്രീലക്ഷ്മി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കിച്ചൺ സെറ്റ്, അതുപോലെ തന്നെ ഫോണ്, നിച്ചു ഫോണിന് പകരമായിട്ട് ഒരു ഫോണ്, പേട, നിച്ചൂട്ടിക്ക് ഉടുപ്പ് എല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി നമുക്ക് കിട്ടിയതാണ്. പിന്നെ ജലജ എന്ന് പറയുന്ന നമ്മുടെ ചേച്ചി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ടോക്കിംഗ് ടോമിന് അയച്ചു തന്നു. അങ്ങനെ കുറേ ഗിഫ്റ്റെല്ലാം ഓൾറെഡി മുന്നേ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസിൽ, അത് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. അപ്പോൾ അടുത്തത് ലാസ്റ്റ് ആയിട്ട് നമ്മളെ ഏട്ടനും തക്കുടവും കൂടെ തന്നിട്ടുള്ള ഗിഫ്റ്റാണ്. ഏട്ടനും തക്കുടവും കൂടെ ഇതാ ഈ ഒരു പെട്ടി നിറച്ചും ഗിഫ്റ്റാണ് തന്നിട്ടുണ്ടായേ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇന്നലെ തന്നെ എല്ലാം അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെയും കൂടി ഇരുന്നിട്ടുള്ള അൺബോക്സിങ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഫീലല്ലേ. അതുകൊണ്ട് ഇന്നത്തേക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ല, എല്ലാം പൊട്ടിച്ച് നോക്കി നമ്മൾ ഇന്നലെ തന്നെ. അപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ചെരുപ്പാണ്, 2 ഷൂ നിച്ചൂട്ടിക്ക്. ഇതാ ലൈറ്റ് കത്തുന്ന ഷൂ ആണ്, കുറച്ച് വലുതാണ് സൈസ്, പക്ഷെ കുഴപ്പമില്ല, പിള്ളേർക്ക് കുറച്ച് വലുത് തന്നെയല്ലേ വാങ്ങിക്കണ്ടേ, ചെറുതായി പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. നല്ല ക്യൂട്ടായിട്ടുള്ള ഷൂ ആണ്. ഇച്ചിച്ചി അല്ല മോളെ, അത് നല്ല ഷൂ അല്ലേ. ചെരുപ്പ് ബെഡിൽ കയറ്റാൻ പാടില്ല എന്ന് പറയലുണ്ട് ഇച്ചിച്ചിയാണെന്ന്. എൻ്റെ ഷൂ ചെരുപ്പ് ബെഡിൽ വെച്ചിട്ട് പറഞ്ഞു ഇത് ഇച്ചിച്ചി അല്ലേ ഇവിടെ വെക്കുന്നതെന്ന്. അത് പുതിയ ഷൂ അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടാ. എന്നാൽ താഴെ വെച്ചേക്കാം. ഇച്ചൂട്ടി പറഞ്ഞത് ഈ ഷൂവിന് മാച്ചായിട്ടുള്ള ഉടുപ്പ്, ഇത് ശരിക്കും മാച്ചല്ലേ, ഇതിന് കറക്റ്റ് മാച്ചുള്ളൊരു ഉടുപ്പുണ്ട്. ഇതും വലിയൊരു ഉടുപ്പ്, നല്ല ഉണ്ട് കാണാൻ, നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പാണ്. ഇല്ല മോളെ കഴിഞ്ഞ്. ഈ ഒരു ഉടുപ്പുണ്ട്. പിന്നെന്താ ഉള്ളത് നോക്കാം. പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കോട്ടൺ ഉടുപ്പ്, അതിന് ഇങ്ങനെ ഒരു ട്രൗസറും കൂടെ വരുന്നുണ്ട്. നല്ലുണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ ഈ ഒരു ഉടുപ്പ്. പിന്നെ ഒരു ഹെയർ ബാൻഡ്, ഒരു വളയും ഉണ്ട്. വളയിടാലോ പൊന്ന. ഹായ്. അത് ഈ ഉടുപ്പിന് മേച്ച ഒരു കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ ഉടുപ്പ്, ചെരുപ്പ്, ഹെയർ ബാൻഡ്, വള എല്ലാം അതിന് മാച്ചിങ് ആയിട്ട് ഒരു സെറ്റായിട്ട് വാങ്ങിച്ചതാണ്. പിന്നെന്താ ഉള്ളത്? പിന്നെയാണ് ഒരു വെറൈറ്റി ഗിഫ്റ്റ് ഉണ്ടോ. ഇത് ടീഷർട്ടാണേ. ഇതെന്നാ നിച്ചൂട്ടിക്ക് ഇത്ര വലുതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ദ കിങ്, ദ ക്വീൻ, ദ പ്രിൻസസ്. അപ്പോൾ എനക്കും ഏട്ടനും നിച്ചൂട്ടിക്കും മൂന്നാക്കും കൂടിയുള്ള കോംബോ ആയിട്ടുള്ള ടീഷർട്ടാണ് വാങ്ങിച്ചത്. വൈറ്റ് കളറിൽ നമുക്ക് മൂന്നാക്കും കൂടി ഇടാൻ വേണ്ടിയിട്ട്, ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ 3 ടീഷർട്ട്. ഇത് ഏട്ടൻ മണ്ടേ പറയുന്നതാണ് കേട്ടോ. ഏട്ടൻ മണ്ടേ പറയലുണ്ട് നിങ്ങൾ ഒരുമിച്ച് ടീഷർട്ട് വാങ്ങിച്ചിട്ട് ഫോട്ടോ എടുക്കണം എന്നല്ല. അത് ഏട്ടനായിട്ട് തന്നെ വാങ്ങിത്തന്നു. അപ്പോൾ ഇതാണ് ഏട്ടൻ്റെയും തക്കുടുവിൻ്റെയും ഗിഫ്റ്റ്. അപ്പോൾ ഇന്ന് രാവിലെ നിച്ചൂട്ടിക്ക് 2 ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഹസ്ന അയച്ചതാണ്. ഹസ്ന നസ്രീൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ ഹസ്നേൻ്റെ വക നിച്ചൂട്ടിക്കുള്ള ഗിഫ്റ്റാണ് ഈ കൊമ്പനാന കുട്ടപ്പൻ. ഇതെന്നാ പിങ്ക് ആനയാ നിച്ചു? പിങ്ക് ആന, പിങ്ക് കൊമ്പനാന. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ആന കേട്ടോ, നല്ല ഭംഗിയുണ്ട് കളർ കാണാൻ വേണ്ടിയിട്ട്, കുറേ ഇഷ്ടമായി നിച്ചൂട്ടിക്ക്. പിന്നെ ഇത് ഞാൻ എങ്ങനെ കാണിക്കണ്ട്, ബിൽഡിംഗ് ബ്ലോക്കാണ് സംഭവം. ഇത് ഞാൻ പാക്കറ്റോടെ എടുത്ത് വെച്ചാന്ന് കാണിക്കാൻ. നമ്മളെ നിച്ചൂട്ടി നേരത്തെ കുഴപ്പാക്കിയിട്ട് ഞാൻ അയച്ചു കൊടുത്തില്ലേ. പിന്നെ ഈ ബിൽഡിംഗ് ബ്ലോക്കിൻ്റെ ഈ ഒരു പാക്കറ്റും, ഇത് രണ്ടും ഹസ്ന അയച്ചു തന്നെയാണ്. പിന്നെ നമ്മുടെ വിജയാൻറ്റി ഉണ്ടല്ലോ, വിജയാൻറ്റി ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് നാളെ എത്തുള്ളൂ. അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ നമുക്ക് ഗിഫ്റ്റെല്ലാം കാണിക്കുന്നില്ല അതിൻ്റെ ഒരു ഇത്. അതുകൊണ്ടാണ് വിജയാൻറ്റിൻ്റെ ഗിഫ്റ്റ് കാണിക്കാത്തത്. അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.
അപ്പം ഇത്രയാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ഇത്രയുമാണ്. പക്ഷേ ഈ ഗിഫ്റ്റ് എന്നുള്ളത് ഒരു പേരിന് ഇങ്ങനെ കാണിച്ചുവെങ്കിലും ഇതിനേക്കാളും എത്രയോ വിലമതിപ്പുള്ള ഗിഫ്റ്റുകളാണ് നിങ്ങളുടെ സ്നേഹവും നിങ്ങൾ അയച്ച മെസ്സേജസും എല്ലാം. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു കേട്ടോ, ഗിഫ്റ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ. പിന്നെ നമ്മുടെ ഗിവ് അവേൻ്റെ കാര്യം, നമ്മൾ ഗിവ് അവേൻ്റെ വീഡിയോ അവസാനിച്ചല്ലോ. നിച്ചൂട്ടി വീണ് പോയാ 5 വീഡിയോ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി നമ്മൾ നാളത്തെ വീഡിയോയിൽ നമ്മുടെ ഗിവ് അവേ വിന്നറിനെല്ലാം അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അത് നറുക്കെടുക്കുന്നതേ ഉള്ളൂ. അത് നാളത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർക്കുള്ള പ്രൈസും ഇനി അതൊക്കെ ആയിരിക്കും. 2-3 ദിവസത്തെ വീഡിയോസ് അതെല്ലാമായിരിക്കും. നമുക്ക് അവരെയൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് പ്രൈസ് എല്ലാം അയച്ചു കൊടുക്കണ്ടേ, ബർത്ത്ഡേയോടനുബന്ധിച്ചുള്ളതല്ലേ. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് അതും പെട്ടെന്ന് തന്നെ ചെയ്യാം. പിന്നെ നിങ്ങളോട് എല്ലാവരോടും ഒരു സോറി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഗിവ് അവേ തുടങ്ങിയതിന് ശേഷം എനിക്ക് കംപ്ലീറ്റ് എല്ലാ കമൻസിനും റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അതിനാദ്യം തന്നെ ഒരു വലിയ സോറി പറയാണ്. അതുവരെയുള്ള എല്ലാ വീഡിയോസും 195 ഡെയിലി വ്ളോഗ്സിന് ഞാൻ അതാത് ദിവസം തന്നെ മാക്സിമം റിപ്ലൈ തരാറുണ്ട്. പക്ഷേ ആ ഗിവ് അവേ തുടങ്ങിയതിന് ശേഷം ഒരു ദിവസം തന്നെ 500 സംതിങ് കമൻസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തീരെ പറ്റുന്നുണ്ടായിട്ടില്ല. രാത്രി നിച്ച് ഉറങ്ങിയതിന് ശേഷമല്ല എല്ലാം ചെയ്യുക. അപ്പോൾ കുറേ എണ്ണത്തിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 500 എണ്ണത്തിനൊന്നും എന്തായാലും തരാൻ പറ്റുന്ന അവസ്ഥയിലല്ല. പിന്നെ നിച്ചൂട്ടിൻ്റെ ബർത്ത്ഡേ, അതിൻ്റെ തലേന്നത്തെ തിരക്ക്, അതെല്ലാം കാരണം ആ ഒരു 3-4 വീഡിയോസിന് എനിക്ക് റിപ്ലൈ തരാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നത് കേട്ടോ. അടുത്ത വീഡിയോ മുതൽ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ സ്ഥിരം റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണെന്നെല്ലാം പറയലുണ്ട്. അപ്പോൾ അവരോട് മെയിനായിട്ട് സോറി കേട്ടോ. അടുത്ത വീഡിയോ മുതൽ എന്തായാലും തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണോ. ഗിഫ്റ്റ് കിട്ടിയതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മുന്നേയുള്ള വ്ളോഗ്സിലൊക്കെ ബാക്കി ഗിഫ്റ്റൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും നമ്മൾ സ്ഥിരം കാണിക്കുന്നവർക്ക് ബോറിംഗ് ആവണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ കാണിക്കാത്ത. കഴിഞ്ഞ ഇനിയുണ്ടാ? അതിനിടയ്ക്ക് ഒരാൾ കിടന്ന് ആവി ഇടും. ഇതെന്നാ നിച്ചു? ഇതെന്നാ? ഹെഡ്സെറ്റ്. ഹെയർ ബാൻഡ് ഒന്നല്ല, നിങ്ങൾ സൂക്ഷിക്കണം. അതാ ഇങ്ങനെ വെച്ചത് അത് ഹെഡ്സെറ്റാണ് കേട്ടോ. അച്ഛ പോലെ ഹെഡ്സെറ്റാ. അച്ഛ പോലെ ഹെഡ്സെറ്റ്, അച്ഛ വെക്കുന്ന പോലെ ഹെഡ്സെറ്റാണേ. അപ്പോൾ ഇനി നമുക്ക് വിഷു എല്ലാം വരാൻ പോവാന്ന്. ഇനി വിഷുവിൻ്റെ വീഡിയോയിൽ എടുക്കണ്ടേ? പട്ടുപാവടയിൽ ഇട്ടിട്ട് ഇതിട്ടിട്ട്, ഈ പട്ടുപാവട ഇട്ടിട്ട്, ശ്രുതിയാൻ്റെ അയച്ചു തന്ന പട്ടുപാവട ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ലേറ്റ് ആയിട്ടാണ് ഞാൻ വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ നിച്ചൂട്ടി ഉറക്കണീച്ച് നിച്ചുവിനെയും കൂടെ ഇരുത്തിയിട്ട് പറയണ്ടേ നിച്ചൂട്ടിൻ്റെ ഗിഫ്റ്റ് കാണിക്കുന്ന വീഡിയോ. അവിടെ നിച്ചുവിനെ കാണിക്കാൻ വേണ്ടി കാത്തുന്നതാണ്. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ. പോവാ എണീറ്റോ.